ഹായ് ഫ്രണ്ട്സ്, ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊതുകുകളെ തുരത്താനുള്ള കിടിലൻ 2 ടിപ്പുകളായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകെണ്ണയാണ് ഒഴിക്കേണ്ടത്. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. നിങ്ങളുടെ അടുത്ത് കടുകെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 ഗ്രാമ്പോളം നമ്മൾ എടുത്തിട്ടുണ്ട്. 15 ഗ്രാമ്പും നമ്മൾ ചെറിയൊരു ഇടികളിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കർപ്പൂരമാണ്. നമ്മൾ കർപ്പൂരം കൈകൊണ്ടൊന്ന് പൊടിച്ച് നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടുകെണ്ണയും അതുപോലെ തന്നെ കർപ്പൂരവും അതുപോലെ തന്നെ ഗ്രാമ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ വീടുകളിലുള്ള വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു തിരി നമുക്ക് എടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം നന്നായിട്ട് ഈ എണ്ണയിലേക്ക് നന്നായി ഒന്ന് മുക്കി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എണ്ണയൊക്കെ നന്നായി തിരിയിലൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് തിരി ഒന്ന് കത്തിച്ച് വെക്കാവുന്നതാണ്. വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ വീടിനകത്ത് ഈ ഒരു തിരി കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുകിന് നല്ലൊരു ആശ്വാസമായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഗ്രാമ്പൂവിൻ്റെയും കടുകെണ്ണയുടെയും അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു സ്മെല്ല് ഈ കൊതുകുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊതുകുകളൊക്കെ ഈ സ്മെല്ലിന് വീടിൽ നിന്നും പുറത്ത് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു കിഡിലൻ ടിപ്പാണ് ഈ ഒരു ടിപ്പ്. നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിഡിലൻ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു കിഡിലൻ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഉപകാരപ്രദമാവുകയാണെങ്കിലും ഇഷ്ടമാണെങ്കിലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രവുമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു വെള്ള പേപ്പർ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിലും എടുക്കാം. ടിഷ്യൂ പേപ്പറാണ് കൂടുതലും നല്ലത്. നമ്മുടെ അടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു വൈറ്റ് കളർ പേപ്പർ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് കോഫി പൗഡർ ആയാലും നമുക്ക് എടുക്കാവുന്നതാണ്. നല്ലത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് ചീത്തയായി കോഫി പൗഡർ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഒരു രീതിയിൽ ആ പേപ്പറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ 4 സൈഡും മടക്കി വെച്ചതിന് ശേഷം ചുരുട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പേപ്പറിൻ്റെ 4 സൈഡ് നമുക്ക് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു റോൾ ഓൺ പോലെ നമുക്കൊന്ന് റോള് ചെയ്ത് നമുക്കൊന്ന് ചുരുട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് ന്യൂസ് പേപ്പറോ ഇതുപോലെ വൈറ്റ് പേപ്പറൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു റിസൾട്ടാണ്. നമ്മൾ ഇതുകൂടെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് മടക്കിയെടുത്ത് ചുരുട്ടി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു രീതിയിൽ റോൾ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കോഫി പൗഡർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒന്ന് കത്തിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയൊരു രീതിയിൽ നമ്മളൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ തീ അണച്ചു കൊടുക്കാവുന്നതാണ്. ആ പേപ്പർ അങ്ങനെ പുകഞ്ഞ് വരുന്ന സമയത്ത് അതിൽ കോഫി പൗഡറിൻ്റെ മണവും ആ പേപ്പർ ഇങ്ങനെ കരിഞ്ഞ് വരുന്ന ആ സ്മെല്ലായിരിക്കും വരുന്നുണ്ടാവുക. ആ കോഫി പൗഡർ കരിഞ്ഞ് വരുന്ന ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലായിരിക്കും വീടിനകത്ത് വരിക. അപ്പോൾ നമുക്ക് സന്ധ്യാസമയങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കിഡിലൻ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കൊതുക് തിരിയൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ പുക ശ്വസിക്കുന്ന സമയത്ത് ശ്വാസകോശ പ്രശ്നങ്ങളും ഒക്കെ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് കിഡിലനായിട്ടുള്ള നമുക്ക് കൊതുകുതിരി ആയിട്ടൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ടിപ്പുകളാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.